രാഹുൽ ദ്രാവിഡ് കോച്ചായി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തേങ്ങ മറിക്കും, കുറെ മല മറിക്കും എന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു. ഞാൻ അന്നും വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, രാഹുൽ ദ്രാവിഡ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത് ചെയ്താൽ പോലും ചിലപ്പോൾ ഒരു കളി രണ്ട് കളി അങ്ങോട്ട് ഒരു ഇത് വരും. ഇത് ക്ലബ് ക്രിക്കറ്റ് ആണ്, അതായത് ഈ ചെറിയ പിള്ളേരെ വളർത്തിയെടുക്കാനാണ് ദ്രാവിഡിന്റെ ലക്ഷ്യം. ഇന്നത്തെ മത്സരത്തിൽ ദ്രാവിഡ് എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം വളരെ മോശമായിരുന്നു, വളരെ മോശമായിരുന്നു. ഇന്നത്തെ ടീം സെലക്ഷനിൽ തന്നെ ആകാശ് മധുവാലിനെ ഇറക്കാത്തത് എന്തുകൊണ്ട് എനിക്കറിയില്ല. ആകാശ് മധുവാലിനെ എന്തുകൊണ്ട് ഇറക്കുന്നില്ല? എത്ര കളിയാണ് തുഷാർ ദേശ്പാണ്ഡെ ചെണ്ടയായി മാറുന്നത്. ഇന്നത്തെ കളിയിൽ അഭിഷേക് പോറിട്ട് അടിച്ച് തമർത്തി വിട്ടു തുഷാർ ദേശ്പാണ്ഡെ. എന്നിട്ടും ഇനിയിപ്പോ അടുത്ത കളിയിൽ ഇറക്കുമെന്നുള്ളത് അറിയില്ല. പിന്നെ എന്തുകൊണ്ട് സൂപ്പർ ഓവറിൽ നന്നായി കളിച്ച് നല്ല ടച്ച് കളിച്ച് നിതീഷ് റാണയെ ഇറക്കിയില്ല? നിതീഷ് റാണെ എന്തുകൊണ്ട് ഇറക്കിയില്ല? ദ്രാവിഡിന്റെ ഒരു മണ്ടത്തരം. അവിടെ എന്താ പറയാ, കോച്ച്, അതായത് സംഘക്കാരെ, ഞാൻ മുമ്പ് ഒരു വീട്ടിൽ പറഞ്ഞിരുന്നു, കുമാർ സംഘക്കാരെ കോച്ചായിരുന്ന സമയത്ത്, കുമാർ സംഘക്കാരെ കോച്ചുള്ള സമയത്തുള്ള ടീമും ഇപ്പോൾ ഉള്ള ടീമും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു ടീമിനെയാണ് നശിപ്പിച്ചത്. നല്ലൊരു ടീം കോറിനെ തന്നെയാണ് ഈ രാഹുൽ ദ്രാവിഡ് നശിപ്പിച്ചിട്ടുള്ളത്. എടുത്തു പറയണ്ട, ചിലപ്പോൾ ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർ തെറി പിടിക്കും. ഇന്ത്യൻ ടീമിന് വേൾഡ് കപ്പ് എടുത്ത കോച്ചാണ്. ശരിയാണ്, ഇന്ത്യൻ ടീമിന് ലോകകപ്പ് കൊടുത്തു തന്ന കോച്ചാണ്. ഒരുപാട് യങ്സ്റ്റേഴ്സിന്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊക്കെ ഒരുപാട് യങ്സ്റ്റേഴ്സിനൊക്കെ ഇന്ത്യൻ മാനേജ്മെന്റ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട് ഈ രാഹുൽ ദ്രാവിഡ്. പിന്നെ ഇന്നത്തെ കളിയിൽ എനിക്ക് എന്താ പറയാ, നല്ല ടച്ചിൽ കളിച്ചിരുന്ന നിതീഷ് റാണെ എന്തുകൊണ്ട് സൂപ്പർ ഓവറിൽ ഇറക്കിയില്ല? അതൊക്കെ ദ്രാവിഡ് അതിന് വീഴ്ചയാണ് മൊത്തം. ഏതായാലും രാഹുൽ ദ്രാവിഡ് വന്നു, ടീമിനെ മൊത്തത്തിൽ നശിപ്പിച്ച് കയ്യിൽ തന്നു. ഇതാ എത്ര പേര് അംഗീകരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഈ കളി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ ഒരു ഇതിപ്പോഴും മാറിയിട്ടില്ല. കാരണം കളി ഈസിയായി ജയിക്കേണ്ട ഒരു കളിയാണ് തോറ്റത്. ഏതായാലും വളരെയധികം വിഷമമുണ്ട് ഇന്നത്തെ കളി പരാജയപ്പെട്ടത്, വളരെയധികം വിഷമമുണ്ട്.